നമസ്കാരം, ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. കുളത്തിൽ നീന്തൽ പഠിക്കാനെത്തുന്ന കുട്ടികൾക്കായി ലൈഫ് ജാക്കറ്റും ഉപകരണങ്ങളും നൽകി പ്രവാസി. കുന്നോൻ ഗംഗാധരനാണ് മാനന്തേരി അങ്ങാടിക്കുളത്തിൽ നീന്തൽ അഭ്യസിക്കാനെത്തുന്ന കുട്ടികൾക്കായി ലൈഫ് ജാക്കറ്റും ഉപകരണങ്ങളും നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ ഇവ ഏറ്റുവാങ്ങി. വിവിധ ക്ലബ്ബുകൾ, വായനശാലകൾ തുടങ്ങിയ സാംസ്കാരിക സ്ഥാപനങ്ങളെല്ലാം തന്നെ അവരുടെ എല്ലാ ആഭിമുഖ്യത്തിൽ കായിക മേഖലയെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഓരോ വാർഡിലും ഒരു കളിക്കളമെങ്കിലും വേണമെന്നുള്ള ചർച്ച ഇന്ന് സജീവമായി കൊണ്ടിരിക്കുകയാണ്. ഓരോ വാർഡിലും അതിനനുസരിച്ചുള്ള കളിക്കളം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിലാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നീന്തൽക്കുളം എന്നത് അങ്ങാടിക്കുളമാണ് ഇപ്പോൾ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2 കുളങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഒന്ന് കാവുൻമൂലയിലുള്ള നീന്തൽ കുളവും അതുപോലെ തന്നെ ഇടുമ്പയിൽ കൊട്ടറയിൽ സ്ഥാപിച്ചിട്ടുള്ള നീന്തൽ കുളവും അത് സമീപ മാസങ്ങളിൽ തന്നെ ഉദ്ഘാടനത്തിന് സജ്ജമാകും. അങ്ങനെ ഓരോ പ്രദേശത്തും പ്രത്യേക സ്ഥല ലഭ്യതയെല്ലാം കണക്കിലെടുത്തുകൊണ്ട്, ആളുകളുടെ സന്നദ്ധയെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് ഓരോ സ്ഥലത്തും നീന്തൽ കുളങ്ങൾ സ്ഥാപിക്കാൻ കഴിയണം. ഇപ്പോൾ തന്നെ 2 സ്ഥലത്ത് അരീക്കര കുളത്തിന്റെ സിജ രാജീവൻ അധ്യക്ഷനായി. കൂത്തുപറമ്പ് ഫയർ സ്റ്റേഷൻ ഓഫീസർ പി ഷാനിത്ത് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. രമ്യ രജീഷ്, ടി പവിത്രൻ, സി വിജയൻ, എൻ വിജയൻ, എം സുഗതൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ കുളത്തിൽ കുളിക്കുന്നതിനിടെ ഒരു വിദ്യാർത്ഥി മുങ്ങിത്താഴുകയും 16-കാരനായ മാനന്തേരി ഞാലിൽ സ്വദേശി റിജുൽ മനോജ് സാഹസികമായി രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നു. കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ ഈ കുളത്തിൽ നീന്താനും നീന്തൽ അഭ്യസിക്കാനും എത്തുന്നുണ്ട്. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.